ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ട്രിവാൻഡ്രത്തെ മോസ്റ്റ് ഫേമസ് ആൻഡ് സെലിബ്രേറ്റഡ് ഫെസ്റ്റിവലായ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം എന്തൊക്കെയാണ് തിരുവനന്തപുരത്തും ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള വിശേഷങ്ങൾ നോക്കാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇതൊരു ട്രാവൽ വ്ളോഗല്ല, ചെറിയൊരു ഷോർട്ട് വ്ളോഗാണ്. അപ്പോൾ ഇതാണ് പോകുന്ന വഴിക്കാണെങ്കിൽ ശരിക്കും നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇതൊന്നുമല്ല, കിട്ടിയ വീട് വഴി നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് വച്ചിട്ട് നടന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതുവരെ വണ്ടിയിൽ കുറച്ച് ദൂരം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈക്കിന് എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് സേഫായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വച്ചിട്ട് വേണം നമുക്ക് യാത്രയല്ല നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. നല്ല തിക്കും തിരക്കുമാണ്. സൈഡിൽ പൂക്കട സംഭവങ്ങൾ വാങ്ങാനും ചട്ടിയൊക്കെ പിടിച്ച് വരുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ജാമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലോക്കാവും റോഡ് ഫുള്ളും. അത് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ശർക്കര എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ കല്ലൊക്കെ വെച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കൽ കവർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഞാൻ അഭിനവും മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ശരി. ആറ്റുകാൽ പൊങ്കലയുടെ തലേ ദിവസം നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ, ഓരോ ജംഗ്ഷനിലായിട്ട് ഇങ്ങനെ കുറച്ച് അലങ്കാരമൊക്കെ വെച്ചിട്ട് ദേവിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, തിരക്ക്. പിന്നെ കല്ല് വിൽക്കുന്നവർ, പിന്നെ പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നവർ, എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ആറ്റുകാൽ ക്ഷേത്രം നേരെ എന്ന് ബോർഡ് കണ്ടു. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറാനുള്ള ക്യൂ ആണ്. അവിടെ ഒരു കയറും നിലത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആകപ്പാടെ നല്ല ബഹളമാണ്. പിന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ബോർഡ് കണ്ടു. പൊങ്കാല കലം കൊണ്ടുവന്ന് കാണാം, പൂക്കൾ വാങ്ങുന്നവരെ കാണാം, സ്നാക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഷോള് അങ്ങനെ തുടങ്ങി ടോയ്സ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറഞ്ഞ് വീണ്ടും ബോർഡ് കണ്ടിട്ട് നിങ്ങളിതാ പോകുമ്പോൾ ആർച്ച് കണ്ടു. ഓക്കെ, സമാധാനമായി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ. അല്ലെങ്കിൽ എന്ത് ഈസി ആയിട്ട് എത്തിക്കൊണ്ടിരുന്നത്, ധാരാളം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ ക്ഷേത്രത്തിന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഈ ഒരു തിരക്കിന് ചെറിയൊരു ശമനം ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. കാരണം അത്രയ്ക്ക് തിക്കും തിരക്കും ഇല്ല. മറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ആണെങ്കിൽ നല്ല തിരക്കാണ്. ഈ പോകുന്ന ക്യൂ ഫുള്ള് ആ സൈഡിൽ ഫ്രണ്ടിലൂടെയാണ് അകത്തേക്ക് കയറാനുള്ള ക്യൂ ഒക്കെ വരുന്നത്. ആകെ മൊത്തം ജനസാന്ദ്രമാണ്. ക്ഷേത്ര പരിസരം ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. രാത്രി 9:15 ആയപ്പോഴത്തേക്കും ഇതൊക്കെ ക്യൂ നിന്ന് വരുന്നവരാണ് കേട്ടോ. എനിക്ക് ഒന്ന് സൈഡിലൂടെ അകത്തേക്ക് കയറാൻ തോന്നുന്നു. ഇത് തോറ്റം പാട്ടൊക്കെ പാടുന്ന ഒരു കുഞ്ഞു സ്ഥലമാണ് ഓലപ്പുര. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ഇങ്ങനെ ആൾക്കാർ ഭക്തജനങ്ങളൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും. പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ്, അങ്ങനെ ആകെപ്പാടെ എല്ലാം ഒരു അടിപൊളിയായി നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഡേറ്റ്സ് ഒക്കെ ഇവിടെ ഒരു ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷൻ കൗണ്ടർ ഇവിടെ അല്പം ശ്വാസം വിടാമെന്ന് പറയാം. കാരണം അല്പം തിരക്ക് കുറവുണ്ട് ക്ഷേത്രത്തിൻ്റെ സൈഡിൽ. പിന്നെ കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് കാണാം. പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഏതൊരു ന്യൂസ് പേപ്പറിലെ ന്യൂസ് ആയാലും നമ്മുടെ ടി വിയിൽ ന്യൂസ് ചാനലിലെ ആയാലും എടുത്തു കഴിഞ്ഞാൽ ഈ നാരങ്ങ വിളക്കില്ലാതെ ആറ്റുകാൽ ക്ഷേത്രത്തിനെ കുറിച്ചൊരു പിക്ക് നമുക്ക് കാണുന്നത് എന്താ പറയുക വളരെ റെയറാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ നാരങ്ങ വിളക്കിന് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അർച്ചന വഴിപാട് കൗണ്ടറുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ കൗണ്ടർ 22-ൽ നമുക്ക് മൊബൈൽസ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കൗണ്ടർ കാണാൻ സാധിക്കും. അതും കഴിഞ്ഞ് നമുക്ക് ഈ ഫ്രണ്ടിലൂടെ തന്നെ ശരിക്കും ഇതാണ് എൻട്രൻസ് കേട്ടോ, അല്ലാത്തപ്പോൾ ഉള്ളത്. അതുവഴിയാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ നമുക്ക് നൃത്ത സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, അതിമനോഹരമായിട്ട് കവാടമൊക്കെ കെട്ടിയിട്ടുണ്ട്, നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ 1-2 സ്റ്റേജൊക്കെ ഉണ്ട്, അംബിക എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഇടതടവില്ലാതെ നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വെറൈറ്റി 108 ആംബുലൻസ് ഒക്കെ ഉണ്ട്. ഈ തിരക്കിനിടയിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകണ്ടേ, അതുകൊണ്ടൊക്കെയാണ് ചെറിയ റോഡൊക്കെ അല്ലേ. പിന്നെ ഇത് കാണുമ്പോഴാണ് മനസ്സിൽ തട്ടുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. എത്ര 2-3 ദിവസം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇടാനായിട്ട് സ്ഥലം പിടിച്ചേക്കുന്ന ആൾക്കാരാണ്. പിന്നെ കണ്ടില്ലേ, ഇവിടെ ലൈറ്റൊക്കെ ഫുള്ള് അലങ്കരിച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും ഞങ്ങളുടെ ഫുട്ടേജ് ഒക്കെ എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അധികം തിരക്കുണ്ടാക്കാതെ ഈ തിരക്കുള്ള അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ഉത്സവപ്പറമ്പുകളുടെ സ്ഥിരം കാഴ്ചകളാണ്. ഹലോ, ബൈ ബൈ. പിന്നെ നമുക്ക് ഇനി ഈസ്റ്റ് ഫോർട്ടിലേക്കൊക്കെ കൂടെ പോയി നോക്കാം. ഇവിടെ മെയിനായിട്ടൊരു കാര്യം, ചെരുപ്പുകൾ 99 രൂപ മുതലെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചതാണ്. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധാരാളമായിട്ട് ചെരുപ്പുകൾ കൂട്ടിയിട്ടേക്കുന്ന കാണാം. അപ്പോൾ ഇട്ടിട്ടകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുന്നത് സംശയം തന്നെയാണ്, കിട്ടില്ല. അപ്പോൾ പുറത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അടുത്ത് വിളക്കുകെട്ട് വരുന്നുണ്ട്. നല്ല മനോഹരമായി അലങ്കരിച്ച ഒരു വിളക്കുകെട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി സൈഡാക്കി നിൽക്കുകയാണ്. ചെണ്ടമേളത്തിൻ്റെ അകമടിയൊക്കെ ആയിട്ട് അങ്ങനെ വിളക്കുകെട്ടൊക്കെ പോകുന്നുണ്ട്.
ഈ ഒയേഴ്സൊക്കെ പൊക്കിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കാരണം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ചെറിയ റോഡല്ലേ ഇതൊക്കെ. ഇതെല്ലാം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കിനി നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് ഫോർട്ട്, പഴവങ്ങാടി ആ ഭാഗങ്ങളിലൊക്കെ എന്തായി പൊങ്കാലയുടെ അപ്ഡേറ്റ്സ് നമുക്ക് പോയി നോക്കാം. അപ്പോൾ പൊങ്കാല കലങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സ്ഥിരം കാഴ്ചയാണ്, നീളത്തിന് അങ്ങനെ വിൽക്കാനായിട്ട് പലരും ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈസ്റ്റ് ഫോർട്ടിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ബസ് സ്റ്റാൻഡ് വരുന്ന ഭാഗത്ത്, ബസ് സ്റ്റാൻഡല്ല ബസ് ഒതുക്കി നിന്ന സ്ഥലം, ആ ബസ് സ്റ്റാൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഈസ്റ്റ് ഫോർട്ട്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ട് ബോർഡ് വെച്ച ബസ്സൊക്കെ ഇവിടെയാണ് നിർത്തുന്നത്. ആ ഭാഗത്ത് വരുമ്പോഴത്തേക്കും പാട്ടൊക്കെ വെച്ച് ആൾക്കാർ ഡാൻസ് കളിക്കുന്നതും പിന്നെ ദേവിയുടെ വിഗ്രഹവും ഫ്ലെക്സും പരിപാടികൾ നടക്കുന്നതും ചെറിയ ചെറിയ ഷോസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നേക്ക് പോകുമ്പോൾ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലും ആൾക്കാർ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് ബുക്ക് ചെയ്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ ഞാൻ ഈ കഫേ എടുത്തതിന് കാരണം എന്ന് വെച്ചാൽ ഇത് ആയുർവേദ കോളേജ് ജംഗ്ഷന് താഴെയാണ്. ഇവിടെ മാത്രം കല്ലൊക്കെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ഇവിടെ ഒന്ന് പൊങ്കാല ഇടാവുന്നതാണ്. പിന്നെ ന്യൂ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എല്ലാം ഫിൽഡാണ്. അപ്പോൾ ശരി, ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോട്ടെ. ടാറ്റ, ബൈ ബൈ.